ഹായ് നോക്കട്ടെ മമ്മി നല്ല സ്റ്റൈൽ ലുക്കിലുണ്ട്. അച്ചോട്ട് അതിനെക്കാട്ടിയും ടോപ്പിലുണ്ട്. ചേച്ചിയേട്ടന് അപ്പുറത്തെ റൂമിലാണ് കേട്ടോ. അവർ മാറ്റുന്ന തിരക്കിലാണ്. അപ്പം സംഗതി എന്നല്ലേ, നമ്മളിന്ന് ഒരു കല്യാണത്തിന് പോകുന്നല്ലേ സുധി? കുറച്ച് ദൂരെയാണ് പോകുന്നത്. നമ്മളെ ഷോപ്പിൽ മുമ്പ് നമ്മളെ കാണാൻ വന്ന് സ്വർണ്ണം വാങ്ങാൻ വന്ന് നമ്മുടെ സ്വന്തം ബാബുവേട്ടൻ്റെ 2 മക്കളെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ റിസപ്ഷനാണ് ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ നമ്മൾ ലേറ്റായി സുധി. സമയം 8:15. ഷോപ്പ് 8 മണിക്ക് ക്ലോസ് ആയി. എന്നിട്ട് 8:15 ആകുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇതാ പോകുന്നു. നമ്മളെ പരിപാടി എപ്പോൾ ലേറ്റാണ്. എന്തായാലും ഇടുന്ന അടുത്തേക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. ബാബുവേട്ടൻ ലൊക്കേഷൻ അയച്ചതിന്. അപ്പം നമ്മൾ നേരെ വിടേണ്ട പരിപാടിയല്ലേ അമ്മി? എന്നാൽ പിന്നെ വിടാല്ലേ? അപ്പം നേരെ വിടാം. ആടെ എത്തിയിട്ടാകുമ്പോൾ ബാബുവേട്ടനെയും മക്കളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പിന്നെ ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ബാബുവേട്ടൻ കേട്ടോ. നമ്മളെ ഷോപ്പിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. ബാബുവേട്ടൻ്റെ 2 മക്കളെ. അപ്പം നമ്മൾ അവരെ കാണാനാണ് പോകുന്നത്. ഇതാ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് നമ്മളെ ഉണ്ണിയാണ്. പിന്നെ കൂടെ നമ്മളെ മാനേജർ സുജേഷും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഏതാണ്ട് ബാബുവേട്ടൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ദൂരെ സ്ഥലം കിട്ടേ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതാ അച്ചൂട്ടൻ്റെ സ്റ്റൈൽ നോക്കിയാട്ടെ. അപ്പോൾ നമ്മളിതാ ബാബുവേട്ടൻ്റെ വീട്ടിലേക്ക് കയറുന്ന നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിനേട്ടാ. കയറുമ്പോൾ നല്ല വിശാലമായ മുറ്റം. അപ്പോൾ ഇതാ കയറിയ ഉടനെ കണ്ട് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം നമ്മളെ കണ്ടപ്പം വേഗം നമ്മളെ സ്വീകരിച്ച് പിന്നെ നിർബന്ധിച്ച് ഇപ്പം തന്നെ കഴിക്കണം, ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് നിർബന്ധിച്ച് അങ്ങനെ നമ്മളിതാ ഇവരൊപ്പം ഇരിക്കുന്നത്. ഒരുപാട് തരം വിഭവങ്ങളുണ്ട്. ഇതിനകത്ത് അൽസയുണ്ട്, പൊറോട്ടയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടാ. രാത്രി പിന്നെ അധികം വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിച്ച് വേഗം മതിയാക്കി കേട്ടാ. ഭക്ഷണം കഴിച്ചായിട്ട് ബാവട്ടം പറഞ്ഞ് ബാ അകത്ത് കയറി വീടെല്ലാം ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാവട്ടം വീട് മുഴുവനൊന്ന് കാണിച്ചു തന്നെ. നല്ല അടിപൊളി വീട് കേട്ടോ. നല്ല ഒതുക്കത്തിൽ നല്ല കണ്ടീഷനിലാക്കി വെച്ചിട്ട് വീടെടുത്തിട്ട് അധികം മാസമൊന്നും ആയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഇതാ 2 ആമക്കളെ കല്യാണം. അങ്ങനെ ആഘോഷം അടിക്കടി. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ബാബുവേട്ടൻ നമുക്ക് വേണ്ടി കുറേ സമയം ചെലവഴിച്ചേട്ടാ. നമ്മളെ കൂട്ടി വീടിൻ്റെ ഉള്ളിലും മുക്കിലും മൂലയിലെല്ലാം കൊണ്ട് കാണിച്ച്. ഞാൻ അവസാനം പറഞ്ഞ ബാബുവേട്ടാ, നിങ്ങളെ ബന്ധുക്കളും ആൾക്കാരെല്ലാം നിങ്ങളെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് പോകും, നമ്മളെ വിട്ടേ, നമ്മളതിൻ്റെ ഉള്ളിൽ നല്ല കണ്ടോളൂ എന്ന് പറഞ്ഞേ. ബാബുവേട്ടൻ ഒരേ നിർബന്ധം നമ്മളെല്ലാം കാണിക്കാൻ. അങ്ങനെ നമ്മളെയും കൂട്ടി വീട് മുഴുവൻ കാണിച്ചു തന്നെ. നമ്മൾ ഷോപ്പെല്ലാം കൂട്ടിയിട്ട് കുറേ ലേറ്റായിട്ടാണ് ആടെ എത്തിയത്. അപ്പം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വീടെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് സമയം കുറേ അങ്ങ് ലേറ്റായേ. അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ ബാവട്ടം പറഞ്ഞേ പറ്റൂല, ഒരു ഫോട്ടോ എടുക്കണം. മറ്റേ വീണ്ടും ഇതാ എല്ലാവരും ഒന്ന് ലൈൻ നിർത്തിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് നമ്മളായിരുന്നു വിടുന്നത് കേട്ടോ. അപ്പോൾ സമയം ഏതാണ്ട് 11 മണിയായേ. എല്ലാവർക്കും നല്ല ക്ഷീണം. ഇനി വീട്ടിൽ പോയിട്ട് നല്ല ഉറക്കമാണ്. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ കുറച്ച് ആൾക്കാർ ഇതുപോലെ കുറച്ച് സെൽഫി എടുത്ത് അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരുടെ യാത്ര പറഞ്ഞിറങ്ങിയേ. എന്തായാലും നമ്മൾ വീഡിയോ കണ്ട് കൂത്തുറമ്പെന്നേ നമ്മൾ ഷോപ്പിൽ വന്ന് ബാബുവേട്ടനെ ഉണ്ടല്ലോ പരിചയപ്പെടാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്ന കേട്ടോ. എന്തായാലും വളരെയധികം സന്തോഷം.